ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ നമ്മുടെ റിനോവേഷൻ വർക്കിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെ നടന്ന എല്ലാ പണികളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ വീടിൻ്റെ പുറം ഭാഗം ഇപ്പോൾ ഇങ്ങനൊരു ലുക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം ഇന്നിപ്പോൾ ടെറസ് ക്ലീൻ ആക്കിയപ്പോൾ താഴത്ത് കൊണ്ടുവന്നിട്ടാണ്. പഴയ സ്റ്റെയർകേസിൻ്റെ റെയിലാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ടൊന്ന് പോയി നോക്കണം. ഇവിടെ എല്ലാം പുല്ല് മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കാണിച്ചു തരാം ഞാൻ. അതിന് മുമ്പ് നമ്മുടെ പോർച്ചിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു കുറച്ച് ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ചെടികളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സീലിങ് ഇതിലുള്ള റോഡും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മതിലും ഏകദേശം വർക്കെല്ലാം കഴിഞ്ഞു. നമ്മുടെ പോർച്ച് ഈ ലുക്കിലാണ് ഇപ്പോൾ നമ്മുടെ പോർച്ച് ഉള്ളത്. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിൽ മതിൽ വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പോകും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അങ്ങനെയാണ് വരുന്നത്. ഇവിടെയും ചെറിയൊരു ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലുക്ക് നമുക്ക് ഞാൻ ഉള്ളിലോട്ട് കയറി ബാക്കി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. മേലെ ചെറിയൊരു സീലിംഗ് എല്ലാം കൊടുത്ത ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്ലൈഡിങ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. ഡിസൈനും പോളിഷും എല്ലാം കഴിഞ്ഞു. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സിറ്റിംഗ് റൂം ആണ്. ഇവിടെയും ഒരു സീലിംഗ് എല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടൊരു കളറാണ്. അപ്പോൾ ഒരു ഷീറ്റെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അതിനും ഇത് പിന്നെ ഇവിടെ ഇങ്ങോട്ടുള്ള സ്ലൈഡിങ് വിൻഡോസാണ് ഇതെല്ലാം. അപ്പോൾ പിന്നെ ഡൈനിങ് ഹാളിലോട്ട് വരികയാണെങ്കിൽ പിന്നെ ഈ സ്ലൈഡിങ് വിൻഡോ മാത്രം ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മാത്രം ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഡൈനിങ് ഹാളിലും ഒരു സീലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. ഇവിടെ നല്ലൊരു ടൈലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഒരു ടൈല് എല്ലാം റെഡിയാക്കണം. പിന്നെ ഇവിടെ ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആദ്യത്തെ TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും ഒരു ഷെൽഫാക്കി. ഇവിടെ മൊത്തം ഒരു ടെറാക്കോട്ട പറഞ്ഞൊരു ടൈല് ഫിറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ മേലെ ചെറിയൊരു പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ DB ബോക്സും വെച്ചിട്ടുള്ളത്. ഞാനത് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ലൈറ്റുകളൊക്കെ ഒന്ന് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. ഒരു ഓഫീസ് റൂമിലോട്ട് വരുമ്പോൾ എല്ലാ ലൈറ്റും കത്തുന്നില്ല. ഈ 3 ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ. അപ്പോൾ ആ ഭാഗത്തുള്ള റെഡിയാക്കാറുണ്ട്. പിന്നെ ഡൈനിങ് ഹാളിലോട്ട് വരുമ്പോഴാണ് ലൈറ്റ്സ് കുറച്ച് കൂടുതൽ. ഇത് നമ്മുടെ സീലിങ്ങിൻ്റെ ചുറ്റുമുള്ള ലൈറ്റുകളാണ്. നടുവിൽ ഒരു പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ
ആ ഷെൽഫിലും ചെറിയൊരു 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹാൻഡ് ലാമ്പും സാധാരണ പോലെ തന്നെയാണ്. 2 ഹാൻഡ് ലാമ്പ്. പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഇടയിലൊരു ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിലും ചുറ്റൊരു പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗാർഡൻ തന്നെയാണിത്. നമ്മുടെ സ്റ്റേജസിൽ വുഡെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയത് പോളിഷും കൂടി ഒന്ന് ചെയ്യാണ്ട്. മുകളിലോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിലോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് മുകളിലും ഒരു സീലിങ്ങും അതിന് മുകളിലൊരു ഫൈബറാണ് കൊടുത്തിരുന്നത്. നമ്മുടെ ടെറാക്കോട്ട ടൈല്. ഇവിടെയും ചെറിയൊരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ മുകളിലത്തെ വീഡിയോ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു